തുടക്കത്തിൽ തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ മധുര പ്രതികാരത്തിന്റെ കഥ. അത് അങ്ങ് അറിഞ്ഞു കാണുമല്ലോ. അല്ലല്ല, എനിക്ക് തുടക്കത്തിൽ ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടതിനെ സംബന്ധിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇടപെട്ടില്ല. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഹുങ്ക് അങ്ങ് നടന്നോട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് കേട്ടിരുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് കൂടി പബ്ലിക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കണം. വാരണാസി ജില്ലയിലെ ഏറ്റവും വലിയ ഹിന്ദു പൊല്യൂട്ടഡായ പ്രവർത്തനം നടത്തി അതിന്റെ വൈകാരികത ആളിക്കത്തിച്ച് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്നാണ് പ്രധാനമന്ത്രി വ്യാമോഹിച്ചതെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കരുത്തുകൊണ്ടാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ 12 സീറ്റിൽ 9 സീറ്റിലും ഇന്ത്യ സഖ്യം ജയിച്ചത്, UP-യിൽ 41 സീറ്റിൽ ജയിച്ചത് എന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം. താങ്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യം, ഇന്ത്യ എന്ന് പറയാൻ പോലും താങ്കൾക്ക് അറപ്പാണല്ലോ. ആ ഇന്ത്യ സഖ്യത്തെയും താങ്കൾ ഒന്നുമല്ല എന്ന് പറഞ്ഞല്ലോ ഈ ചർച്ചയിൽ. എന്നാ താങ്കൾ അറിയാൻ പറയുക, ഇന്ത്യൻ പാർലമെന്റിലെ 543 അംഗങ്ങളിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിന് 241 അംഗങ്ങളുണ്ട്. താങ്കൾക്ക് അറിയാമോ? താങ്കൾക്ക് അറിയില്ലേ? താങ്കൾ കണക്കൊന്ന് പരിശോധിക്കുക. 241 അംഗങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ 31 പേർ. നിങ്ങൾ കൂന്നുമടികളായി നിൽക്കുന്ന 2 പേർ, നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും രാവിലെ മലമൂത്ര വിസർജനം നടത്താൻ പോകുന്ന ഒരു സമയത്ത് ഒന്ന് പുനരാലോചിക്കാൻ. ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി സംസ്ഥാനങ്ങളിൽ ഇല്ല എന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുന്നില്ല. ഇതിപ്പോ ഇവിടെ ഡൽഹിയിൽ തന്നെ SP-യുടെ പിന്തുണ ആർക്കായിരുന്നു? ആം ആദ്മി പാർട്ടിക്ക്. കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഫൈസാബാദിലെ നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ ചോദ്യമില്ലാതെ തന്നെ അവിടെ വെച്ചാണ് തുടങ്ങുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ മിൽക്കിപൂരിലെ റിസൾട്ട് എന്ന് പറയുന്നത്. ഫൈസാബാദിലേക്ക് പോയി മത്സരിച്ച് ഫൈസാബാദ് പിടിച്ചെടുത്ത MP-യുടെ മകനാണ് ഇവിടെ മിൽക്കിപൂരിൽ മത്സരിച്ച് ചരിത്ര വിജയം നേടുന്നത്. റെക്കോർഡ് മാർജിനാണ്, 61,000 വോട്ടിനാണ് SP-യെ പരാജയപ്പെടുത്തി അവിടെ വരുന്നത്. അപ്പൊ അവിടെയും ഈ പറയുന്ന ഇന്ത്യ മുന്നണിക്ക് നഷ്ടമുണ്ടാവുകയാണ്. നിങ്ങൾ തരമായ വിജയം ആഘോഷിച്ചു ഫൈസാബാദിൽ, മിൽക്കിപൂരിൽ മധുര പ്രതികാരം വീട്ടുകയാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ മാധു വൈകാരികമായൊന്നും തുള്ളിച്ചാടേണ്ട വൈകാരികത അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. വാശി വെക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ തമ്മിൽ. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടികൾ വ്യത്യസ്തമായ നയങ്ങളും സമീപനങ്ങളും ഉള്ള എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ആണ് ഒരു സഖ്യം ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കമില്ലല്ലോ. അപ്പൊ വ്യത്യസ്തമായ വീക്ഷണവും നയവും സമീപനങ്ങളുമുള്ള പാർട്ടികൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നത് ഒരേ സ്ലോഗന്റെ അടിസ്ഥാനത്തിലാണ്. അത് BJP വിരുദ്ധത തന്നെയാണ്. ആ BJP വിരുദ്ധതയിൽ വരുമ്പോൾ ഞങ്ങൾ എല്ലാ പാർട്ടികളും അവരുടെ വ്യക്തിത്വവും ചിന്തകളും പണയം വെക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സ്വതന്ത്രമായി ചിന്തിക്കാനും അതാത് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോ പാർട്ടികളും നിലപാടെടുത്തിട്ടുണ്ട്. നിലപാടെടുക്കുന്നത് ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ. ഞങ്ങൾ ദേശീയ തലത്തിലെ പോരാട്ടത്തിൽ ഇന്ത്യ സഖ്യമെന്ന നിലയിൽ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ നമ്മൾ ഇടതുപക്ഷവും ഐക്യ ജനാധിപത്യ മുന്നണിയും രണ്ടായിട്ടല്ലേ മത്സരിച്ചത്. പശ്ചിമബംഗാളിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചില്ലേ മമതയുമായി. അപ്പം സഖ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും പലയിടത്തും യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെന്നും ഞങ്ങൾക്കറിയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം തന്നെ എടുത്താൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഞങ്ങളും തമ്മിൽ 13 സീറ്റിൽ നേർക്കുനേർ മത്സരിക്കുകയല്ലായിരുന്നോ? ഞങ്ങൾ ജയിച്ചില്ലേ? ഡൽഹിയിൽ ഞങ്ങൾ രണ്ടായിട്ട് നിന്ന് മത്സരിച്ചിട്ടില്ലേ? ആ മത്സരിച്ചിട്ടുള്ള എത്രയോ സന്ദർഭങ്ങളുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പ് ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതോ രാഷ്ട്രീയം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യമല്ല. ഞാനിവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനാ ദൗർബല്യം ഡൽഹിയിൽ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. അത് പരസ്യമായി അംഗീകരിക്കുന്നതിന് മടിയില്ലാത്തവരാണ് ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയുടെ വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ അതാണ് ഞാൻ കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. ഹരിയാന പോലെ ഈസിയായി ഏകപക്ഷീയമായി കോൺഗ്രസിന് അധികാരം വരുമായിരുന്ന ഒരു സ്ഥലത്ത് 3 സീറ്റിന്റെ തർക്കം പറഞ്ഞ് സംസ്ഥാനത്തുടനീളം സ്ഥാനാർത്ഥി നിർത്തി കോൺഗ്രസിനെ തകർത്ത് BJPക്ക് വരവൊരുക്കിയ നടപടിയാണ് കേജ്രിവാളിൽ നിന്നുണ്ടായതെങ്കിൽ അയാളുടെ തോൽവി ഞങ്ങൾക്ക് സന്തോഷം പകരും. 15 വർഷക്കാലം ജനങ്ങളെ സഹായിച്ചും സേവിച്ചും സ്നേഹിച്ചും സ്നേഹിച്ചും മുന്നോട്ട് പോയ ഷീലാ ദീക്ഷിതിനെ പോലൊരു ജനനേതാവിനെ അഴിമതിക്കാരിയായി ചിത്രീകരിച്ച് ആ ഒരു പാർട്ടിയെയും ഗവൺമെന്റിനെയും തകർക്കാൻ BJPക്ക് അവസരമൊരുക്കി കൊടുത്തതിന് ഏറ്റവും നേതൃത്വം നൽകിയ വ്യക്തിയാണ് അരവിന്ദ് കെജ്രിവാൾ. ഒരു പടി കൂടി ഞാൻ കടന്നു പറയാം. കോൺഗ്രസ് പാർട്ടിയുടെ വാർ റൂമിന്റെ ഭാഗമായി പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവിനും ഒപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം വന്ന് പങ്കെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ജനകീയവൽക്കരിക്കുന്ന നടപടികളുടെ ഭാഗമായി. എന്നിട്ട് നിർഭയ സംഭവം പോലൊരു സംഭവം കിട്ടിയപ്പോൾ ആ തീരുമാനങ്ങളെല്ലാം പ്രതികരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ ഒറ്റുകൊടുത്ത് തുടർ അഴിമതി ആരോപണങ്ങളാണ് ഷീലാ ദീക്ഷിതിനെതിരെ ഉന്നയിക്കപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് പക്ഷെ അതിനെ തള്ളിപ്പറയുകയും ചെയ്തു എന്നുള്ള കാര്യങ്ങളുണ്ട്. ശരി, ആ ചരിത്രമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരു സെക്കൻഡ് മതി. ഞാൻ പറയുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു അജണ്ട സെറ്റ് ചെയ്ത് സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ആം ആദ്മി കാ ശിപായി എന്നൊരാശയം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഹൈദരാബാദിൽ നടന്ന സമ്മേളനത്തിൽ വന്ന് പങ്കെടുത്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ.
യോഗേന്ദ്ര യാദവ്, പ്രശാന്ത് ഭൂഷൺ. അപ്പോൾ ഞങ്ങൾ തുടങ്ങുന്ന ഒരു പോരാട്ടത്തിന്റെ കോൺഗ്രസിന്റെ പുതിയ തലമുറയ്ക്ക് വേണ്ടി ശരി, രാഹുൽ നിങ്ങൾ ഗാന്ധി 15 വർഷം ഭരിച്ചെടുത്ത ഒരു സംഘടന പെട്ടെന്ന് കടന്നു വരുന്നു, ഒരു രാഷ്ട്രീയ സംഘടന കടന്നു വരുന്നു. അവർക്ക് ബഹുജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയുടെ പ്രശ്നമാണ്. തുടർഭരണത്തിലിരിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ വിലയാണ് അന്ന് കൊടുക്കേണ്ടി വന്നത് എന്നത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. ഞാൻ വരാം ശ്രീ സാജു കണ്ണന്തറ. പക്ഷേ ഞാൻ വരാം ശ്രീ അനിൽ ബോസ്, ഞാൻ വരാം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമിയാണല്ലോ. നിങ്ങളിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘടന കടന്നു വരുമ്പോ ആ വിശ്വാസം വെച്ചു പുലർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതൊരു ആരോപണമല്ല, ഒരു കാഴ്ചപ്പാടാണ്. കടന്നു പോകുന്നത് ശരിയല്ല. ആരോപണം വെച്ചിട്ട് കടന്നു പോകുന്നത് ശരിയല്ല, അത് ശരിയല്ല. ആ ചർച്ചയിൽ നമ്മളെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി കടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടാവും. അല്ല, അതങ്ങനെ പ്രതിസ്ഥാനമോ ആരോപണമോ അല്ല അങ്ങ് മനസ്സിലാക്കിയതുപോലെ. അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങനെയല്ല ഞാൻ വിചാരിച്ചത് എന്ന് വ്യക്തത വരുത്തുന്നു. അതായത് അത് ഒരു കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ്. നിങ്ങൾ 15 വർഷം അധികാരത്തിലിരുന്ന ഒരിടത്ത് ഒരു സംഘടന കടന്നു വന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അത് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണ്ടേ? ഇവിടെയാണ് എനിക്ക് മാധുവായിട്ടുള്ള ഡിസ്പ്യൂട്ട് ഇതാണ്. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ലല്ലോ. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ജനപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സ്വന്തം മുന്നണി സർക്കാരിനെതിരെ നിലപാടെടുത്തിട്ടുള്ള ആളാണ് രാഹുൽ ഗാന്ധി. അഴിമതി രാഷ്ട്രീയത്തിനെതിരെ കാർക്കശ്യമുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് രാഹുൽ ഗാന്ധി. അതിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇരുന്ന് കോൺഗ്രസുകാർക്കൊപ്പം ഇരുന്ന് കോൺഗ്രസിന്റെ വാർ റൂമിലിരുന്ന് പ്രവർത്തിച്ച അരവിന്ദ് കെജ്രിവാളും യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ഒരു സുപ്രഭാതത്തിൽ നിർഭയ സംഭവം പോലൊരു വിഷയം കിട്ടിയപ്പോൾ ഞങ്ങളെ ഒറ്റുകൊടുത്ത് ഞങ്ങളുടെ സ്ട്രാറ്റജികൾ അട്ടിമറിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരായി ഒരു പാർട്ടി ഉണ്ടാക്കി. ഞങ്ങളുടെ സംഘടനയുടെ പേരുപയോഗിച്ച് ഒരു പാർട്ടി ഉണ്ടാക്കി. അറിയാമോ? കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയ, കോൺഗ്രസിനെ തിരുത്താൻ കൂടി ഉണ്ടാക്കിയ ആം ആദ്മി കാ ശിപായി എന്ന് പറയുന്ന സംഘടനയുടെ പേര് കൂടി എടുത്തൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി ഞങ്ങളെ ചതിച്ചു. ഞങ്ങളെ ചതിച്ചയാളാണ് അരവിന്ദ് കെജ്രിവാൾ. ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാത്ത ആളല്ല. ഞങ്ങൾ അരവിന്ദ് കെജ്രിവാളിന് ഒരു കാലത്തും ക്ലീൻ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത നിയമപരമായിട്ടുള്ള വീഴ്ചകളെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് അരവിന്ദ് കെജ്രിവാളിനെ അല്ല, വേറെ ആർക്കെതിരെ. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ തുടക്കത്തിൽ കോൺഗ്രസ് വാർത്താ സമ്മേളനം വരെ നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള അറസ്റ്റിനെയാണ് ഞങ്ങൾ അത് എതിർക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി അടക്കം വിശദീകരിക്കുകയും ചെയ്തതാണ്. അത് അവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു.